ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാക്ടസ് പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. കാക്ടസിൻ്റെ പോട്ടി മിക്സും പ്രൊപ്പഗേഷനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു പുതുവത്സരത്തിൽ ഒരു ഗിവ് അവേ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഇടാനായിട്ട് നേരെ വൈകിപ്പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇതിനടിയിലിടുന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് 5 പ്ലാന്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് കിട്ടുന്ന ആൾക്കും ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. അത് ഏതൊക്കെ പ്ലാന്റ് ആണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ അടുത്തിപ്പോൾ സാധാരണ എല്ലായിടത്തും കാണുന്ന 5 തരം കാക്ടസ് പ്ലാന്റ് ആണുള്ളത്. കാക്ടസ് പ്ലാന്റിനെ കള്ളിമുൾ ചെടികൾ എന്നാണ് പറയുക. പണ്ടൊക്കെ കള്ളിമുൾ ചെടികൾ എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന ടൈപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ മിനിയേച്ചർ രൂപത്തിലുള്ള കാക്ടസൊക്കെയാണ് അധികവും കാണുന്നത്. ഒരുപാട് ടൈപ്പ് കാക്ടസ് ഇപ്പോൾ വിപണിയിലുണ്ട്. കാക്ടസിൽ തന്നെ വലിയ വില കൂടിയ തരം പ്ലാന്റ്സുകളുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ അധികം റേറ്റ് ഇല്ലാത്ത സാധാരണ എല്ലായിടത്തും കാണുന്ന കാക്ടസുകളാണുള്ളത്. കാക്ടസ് പ്ലാന്റ് ഇൻഡോറിൽ വെക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് ഇൻഡോറിൽ വെക്കുമ്പോൾ വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് വെക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇൻഡോറിൽ വയ്ക്കുകയാണെങ്കിൽ തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന ജനലിൻ്റെ അരികൊക്കെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ പ്ലാന്റിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. ഇതിന് എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് നേരിട്ട് വെയിലടിക്കാത്ത എന്നാൽ കുറച്ച് വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിതിനിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നനയ്ക്കാറുള്ളൂ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നനച്ചാലും ഇതങ്ങനെ ഉണങ്ങി പോകുന്നില്ല. മണ്ണ് ഡ്രൈ ആവുന്നത് നോക്കി മാത്രം നനച്ചു കൊടുത്താൽ മതി. പിന്നെ നന കൂടിക്കഴിഞ്ഞാലാണ് ഇതിൽ ഫംഗസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. സാധാരണ നമ്മൾ ചെടികൾക്ക് ഇലകളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാക്ടസ് പ്ലാന്റിൻ്റെ ലീഫിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ഇതിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കാക്ടസ് പ്ലാന്റിൽ തന്നെ സെക്കുലൻറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. ഇതിപ്പോൾ മുള്ളുള്ള ടൈപ്പാണിത്. ഇത് കള്ളിമുൾ ചെടികൾ എന്ന് പറയുന്നത് മുള്ളുള്ള ടൈപ്പാണ് ഈ കാക്ടസ്. അതിൽ തന്നെ സെക്കുലൻ്റ് വിഭാഗത്തിലുള്ള ചെടികൾക്ക് മുള്ളുണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടാണ്. ഇപ്പോൾ 2 ടൈപ്പാണ് ഇതിൻ്റെ രീതി. എന്ന് വെച്ചാൽ അതിൻ്റെ ലീഫിൽ നമ്മൾ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫംഗസ് വന്നിട്ട് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ഞാൻ നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ലീഫിലൊക്കെ വെള്ളം തട്ടാറുണ്ട്. പിന്നെ ചെറിയ ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് നനയ്ക്കുമ്പോൾ എന്തായാലും അതിൻ്റെ കടയൊന്നും അങ്ങനെ ക്ലിയറായിട്ട് കാണില്ല. അപ്പോൾ എന്തായാലും ലീഫിൽ നന്നായിട്ട് വെള്ളം തട്ടാറുണ്ട്. ഇത് ആഴ്ചയിൽ പക്ഷേ ഒരു പ്രാവശ്യമൊക്കെയല്ലേ നനയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് അങ്ങനെ വലിയ കേടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഏപ്പിൽ വെച്ചിട്ട് ഓരോ കമ്പ് കട്ട് ചെയ്തെടുത്താൽ മതി. എടുത്തിട്ട് നമ്മൾ കുത്തി കൊടുത്താൽ അത് പൊടിച്ച് കിട്ടും. ഇപ്പോൾ കണ്ടോ, കട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് പുതിയ പൊടിപ്പ് വന്നിട്ടുണ്ട്. ഉണ്ടോ, ഇതിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തത് ഞാൻ ഇതുപോലെ വേറൊരു പഴയ ചട്ടിയിൽ കുത്തി പൊടിപ്പിച്ചെടുത്താണ്. അപ്പോൾ ഇതിലിരിക്കുന്ന 2 ചെടിയും ഞാൻ ഇതുപോലെ കമ്പ് കട്ട് ചെയ്തിട്ട് കുത്തി പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത്. ഇതും ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കുത്തി പൊടിപ്പിച്ചെടുത്താണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഈ ചട്ടിയിൽ വെച്ചിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇലകളൊന്നും പൊട്ടി മുളച്ച് വന്നിട്ടില്ല. കാരണം ചട്ടിയിൽ ഇടയില്ലാത്തത് കൊണ്ടാവും. അപ്പോൾ ഇലകളൊക്കെ വരണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിയ ചട്ടിയിൽ വെക്കണം. ഇതിപ്പോൾ ഈ ചട്ടിയിൽ ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ വെച്ചത്. ഇനി ഇതിപ്പോൾ മാറ്റി വയ്ക്കാനായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഒരു പ്ലാസ്റ്റിക് ബേസിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ 1 കപ്പ് ചകിരിച്ചോറ്, അതായത് കൊക്കോപ്പിറ്റ് ഇട്ട് കൊടുക്കാം. കൊക്കോപ്പിറ്റ് ഇട്ട് കൊടുക്കുന്നത് മണ്ണിൽ ഈർപ്പം നിലനിർത്താനും ഇളക്കം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ പ്ലാന്റ്സിന് ആവശ്യമുള്ള ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ മണലിട്ട് കൊടുക്കാം. ഈ മണലിട്ട് കൊടുക്കുന്നത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പെർലൈറ്റ് ഇട്ട് കൊടുക്കാം. പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ മണ്ണ് നന്നായിട്ട് ഉറയ്ക്കും. അപ്പോൾ അതിനൊരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇതിൽ മണ്ണും ചാണകപ്പൊടിയും ഓരോന്നും 2 കപ്പ് വീതമാണ് ചേർത്തിട്ടുള്ളത്. കൊക്കോപ്പിറ്റും പെർലൈറ്റും 1 കപ്പ് വീതമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാനുള്ള ഇടയില്ലാത്തത് കൊണ്ട് ഇത് തറയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ചത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഹോളിൽ വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു ഓടിയും കഷ്ണം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കാക്ടസിൻ്റെ ഒരു ചെറിയ തൈ നട്ടു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തൈ എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ കമ്പ് കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ പൊടിച്ച് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മീതെ കുറച്ചുകൂടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലാപ്പ് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇതിന് നല്ല വെയിറ്റ് കുറവാണ് കേട്ടോ. ഈ ഒരു കാക്ടസ് ഉണ്ടോ, ഇത് ഒരു ചെറിയൊരു ബോള് പോലത്തെ ഞാൻ കൊണ്ടുവന്നിട്ട് നട്ടതാണ്. ഇതിൻ്റെ സൈഡിൽ കണ്ടോ ചെറിയൊരു ഇല പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ചട്ടിയിലേക്ക് നട്ടു കൊടുത്തിട്ട് അതിന് ചുറ്റും കുറച്ച് ക്ലാപ്പ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിവ് അവേ സർപ്രൈസ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഇതിനടിയിലിടുന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഈ 5 തരം പ്ലാന്റാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് കലാത്തിയ മാക്രോയാന എന്ന് പറയുന്ന പ്ലാന്റാണ്. കലാത്തിയകളിൽ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇതങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നുമില്ല. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് വെയിലൊട്ടും നേരിട്ടടിക്കാത്ത സ്ഥലത്ത് വേണം കേട്ടോ വയ്ക്കാൻ. ഇനി അടുത്ത പ്ലാന്റ് ഫയർ ഫ്ലാഷ് ആണ്. ഇതിൻ്റെ ഓറഞ്ച് കളറിലുള്ള തണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതൊരു സെമി ഇൻഡോർ പ്ലാന്റ് ആണ്. നേരിട്ടല്ലാത്ത കുറച്ച് വെയിൽ ഇതിന് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ തണ്ടിന് നല്ല ഓറഞ്ച് കളർ ഉണ്ടാവുക കേട്ടോ. ഇതും നല്ലൊരു പ്ലാന്റ് ആണ്. ഇനി അടുത്തത് അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതും സെമി ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് മാത്രമല്ല നമുക്ക് ചെടിച്ചട്ടിയിലും ഭംഗിയായിട്ട് വെക്കാം കേട്ടോ. ഇതൊരു ബോൾ ഷേപ്പിലുള്ള വൈറ്റ് ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് നല്ല ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതൊരു ചട്ടിയിൽ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് വെയിൽ കിട്ടുന്നിടത്താണെങ്കിൽ ഇതിൻ്റെ ലീഫിൽ ഇതുപോലെ പിങ്ക് കളർ വരും. ഇതിൻ്റെ ഇപ്പോൾ ഒരു തണ്ട് ചെറുതായിട്ട് വെച്ച് നമ്മൾ പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് വളരാനായിട്ട് പെട്ടെന്ന് പൊടിച്ച് കിട്ടും. പക്ഷെ വളരാനായിട്ട് കുറേ നാൾ പിടിക്കും. സ്ലോ ഗ്രോത്താണ്. എന്നാൽ ഇത് കുറച്ച് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ വളർന്ന് ചട്ടി നിറഞ്ഞു വരും. അപ്പോൾ ഇപ്പം ഞാനിത് കൊടുക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ളൊരു തൈയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നന്നായിട്ട് വളർന്നു വരും. ഇനി 5ാമത്തെ പ്ലാന്റ് അഡീനിയാണ്. അഡീനിയത്തിൻ്റെ ഈ ചെടി ഞാൻ വിത്ത് പാകി മുളപ്പിച്ചെടുത്താണ്. ഈ ഒരു പ്ലാന്റിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചെടുത്താണ് കേട്ടോ. തരുന്ന ചെടിയുടെ ഫ്ലവർ ഇതാണ്. എല്ലാവർക്കും ഉള്ള സംശയമാണ് വിത്ത് പാകി മുളപ്പിച്ച ചെടിക്ക് അതേ പൂ തന്നെ ഉണ്ടാകും എന്നുള്ളത്. ഞാനിങ്ങനെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത തൈകളൊക്കെ അതേ പൂ തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. പിന്നെ പൂവിന് ചെറിയൊരു കളർ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരാം. പൂവിൻ്റെ കളറിൽ ചിലപ്പോൾ ഡാർക്ക് കളറാവാം, ചിലപ്പോൾ ലൈറ്റ് ആവാം. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. എന്നാലും പൂ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ പൊടിപ്പിച്ചെടുത്ത തൈകളെ പറ്റിയിട്ട് പിന്നീടൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ 5ാമത്തെ പ്ലാന്റിൻ്റെ ഫ്ലവർ ഈ ഒരു ഫ്ലവറാണ് കേട്ടോ. ഇനി സെക്കൻഡ് കിട്ടുന്ന ആൾക്കും 4 പ്ലാന്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. 3 കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാലും 4 കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫയർ ഫ്ലാഷ്, പിന്നെ അഗ്ലോണിമ കോസ്റ്റേറ്റം, CC പ്ലാന്റ്, പിന്നെ പിഡിലാന്തസ് കേളി പിങ്ക്. ഈ 4 പ്ലാന്റാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗിവ് അവേ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വലിയൊരു അവസരമാണ്. ഫെബ്രുവരി 7-ാം തീയതി വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.